ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ഇതൊക്കെയാണ്. ഇതിനകത്ത് മത്തങ്ങ എരിശ്ശേരിയാണ് ഞാനിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. മത്തങ്ങ എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യമായി അതിന് വേണ്ടിയിട്ട് വൻപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മത്തങ്ങയും വൻപയറും കൂടാണ് വയ്ക്കുന്നത്. വൻപയർ കഴുകി വൃത്തിയാക്കി കുക്കറിൽ 5 വിസിലൊക്കെ വേവിച്ചെടുക്കുക. അതിനുശേഷം മത്തങ്ങ കഴുകിയതും അതിൽ അരിഞ്ഞ് വെക്കുക. പിന്നെ തേങ്ങ കുറച്ച് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അതിൻ്റെ 2 സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി തേങ്ങ, 2-3 പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കുക. ഒത്തിരി ഫൈനായിട്ട് അരച്ചെടുക്കുകയൊന്നും വേണ്ട, ഒന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം അത് മാറ്റി വയ്ക്കുക. ഇനിയിപ്പം വൻപയർ നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് മത്തങ്ങായും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. മത്തങ്ങയ്ക്ക് പകരം നമുക്ക് ഓമയ്ക്കായും ഇടാം. വൻപയറിന് പകരം നമുക്ക് ചെറുപയറും ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. വൻപയറൊന്നും ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, അതുകൊണ്ട് അതിന് പകരം ചെറുപയറും ചേർക്കാം. അതിനുശേഷം മത്തങ്ങ എല്ലാം നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ അതിലേക്കിട്ട് നന്നായി ഇത് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ മത്തങ്ങ നല്ല തിള വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 2 സ്പൂൺ തേങ്ങ ഉണ്ടല്ലോ, ഇതിലേക്കിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഈ തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പം ബ്രൗൺ കളർ ആകുമ്പം അതൊരു സൈഡിലേക്ക് ഒതുക്കി വെക്കുക. അതിനുശേഷം 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് വറക്കാനായിട്ട് നമുക്ക് കടുക്, കൊച്ചുള്ളി അരിഞ്ഞത്, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതെല്ലാം മൂത്തതിന് ശേഷം നമുക്ക് ഈ മത്തങ്ങ കറിയിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് തിളപ്പിക്കുകയൊന്നും വേണ്ട, ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മത്തങ്ങ കറി നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊത്തിരി ചാറായിട്ട് വെക്കത്തില്ല, നമ്മളൊന്ന് കുറുകിയ ടൈപ്പിലാണ് എരിശ്ശേരിയൊക്കെ വെക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ഊണ് വിളമ്പിയാലോ. അതിനായിട്ട് ആദ്യം ചോറ് വിളമ്പി, പിന്നെ മത്തങ്ങ എരിശ്ശേരി, നിത്യവഴുതനങ്ങ മെഴുക്കുവരട്ടി, മാങ്ങ അച്ചാർ, മീൻ കറി, മീൻ വറുത്തത്, പിന്നെ കുറച്ച് പുളിശ്ശേരി ഉണ്ട്, പിന്നെ ജീരക വെള്ളവും. താങ്ക് യു.